ഹായ് മക്കളെ, അപ്പം ഇതാണ് ലാസ്റ്റ് ടൈം നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല മാർക്ക് പബ്ലിക് എക്സാമിന് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട. യെസ്, ലാസ്റ്റ് ടൈം ഈ ഒരു 2-3 ദിവസമാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ S+1 and +2 നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ, അതിലുള്ള ചാപ്റ്റേഴ്സ് എത്ര ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ പോട്ടെ, 2 ചാപ്റ്റർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് എന്താണ് ഓരോ ദിവസവും എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളും കാര്യങ്ങളും ഇനിയുള്ള ദിവസങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ ക്രാഷ് ബാച്ച് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അതിലുള്ള ടൈം ടേബിളിൻ്റെയും കാര്യങ്ങളാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇനിയുള്ള ദിവസം ഈ ഒരു ആഴ്ചയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രോപ്പറായിട്ട് നല്ല എന്താണ് കൂളായിട്ട്, അല്ലെങ്കിൽ എന്താണ് വലിയ രീതിയിൽ സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്താൽ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അത്രത്തോളം ചാപ്റ്ററുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്, സമയം എത്രയാണ് ഉള്ളത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ദിവസം, അതായത് ഇന്നലെ ഇന്ന് നാളെയൊക്കെ ആയിട്ട് നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതെ, വലിയ സ്ട്രെസ്സുകളൊന്നും ഇല്ലാതെ എങ്ങനെ കവർ ചെയ്യാം. നമ്മുടെ മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞ പോലെ അത് അങ്ങനെ ഒരു നല്ല ടൈം ടേബിളൊന്നും നമുക്ക് തരാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാലോ സമയവും പിന്നെ നമ്മൾ ചാപ്റ്റേഴ്സും കൂടെ നോക്കണ്ടേ, എത്ര എങ്ങാനുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും അല്ലെ. നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോർ ചാപ്റ്റേഴ്സ് തന്നെ വെച്ച് നോക്കുന്ന സമയത്ത് അതിലുള്ള ടോട്ടൽ സബ്ജക്റ്റിൽ തന്നെ ടോട്ടൽ ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുന്നത് തന്നെ ഇത് തന്നെ 10-40 ചാപ്റ്ററുകൾ. എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ വളരെ സമയം കുറവ് തന്നെയാണ്. ഓക്കെ, അത്രത്തോളം പഠിക്കാനുണ്ട്. ഇപ്പോഴും അതാണ് ഇതിലൊക്കെ എത്ര ചാപ്റ്ററുകൾ നമുക്ക് അറിയാത്തതുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ട് അല്ലേ. അറിയാം, സാറിന് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സാർ ആ ചാപ്റ്റർ ഒന്നും അറിയില്ല, എങ്ങനെയാ പഠിക്കുക, ഇപ്പോഴും എങ്ങനെയാ പഠിക്കുക എന്നത് പോലും പലർക്കും അറിയില്ല. ഓക്കെ, സോ അവിടെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇനിയുള്ള സമയം യൂസ് ചെയ്യുക അല്ലെ. നമുക്ക് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് രീതികളും കാര്യങ്ങളുണ്ട്. വെറുതെ ടെക്സ്റ്റ് നോട്ട് വെച്ച് പഠിക്കുകയാണോ പബ്ലിക് എക്സാമിന് വേണ്ടി ചെയ്യേണ്ടത്? അല്ല, ആ കാലമൊക്കെ കഴിഞ്ഞു അല്ലെ. കാരണം അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്താൽ മാത്രം നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലല്ല ഇന്നത്തെ സമയത്ത് നമുക്ക് പബ്ലിക് എക്സാമുകളൊന്നും നടത്തുന്നത് അല്ലെ. അത്രത്തോളം റിസോഴ്സുകൾ നിങ്ങളുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ പബ്ലിക് എക്സാം ഒക്കെ ഓരോ വർഷം കൂടുന്നതുകൊണ്ട് അത്രത്തോളം ടഫായി വരികയാണ്. സോ ആ റിസോഴ്സസ് നിങ്ങൾ യൂസ് ചെയ്യണം. എന്തൊക്കെയാണ് റിസോഴ്സസ്? അതൊക്കെയാണ് നമ്മുടെ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് തരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഷോർട്ട് നോട്ടുകളായിട്ടും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് പബ്ലിക് എക്സാമിന് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. സോ അത് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ച് തുടങ്ങേണ്ട സമയമാണ് ഇന്നലെയും ഇന്നും നാളെയൊക്കെ ആയിട്ടുള്ള ഈ 3 ദിവസങ്ങൾ. സോ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ മക്കളെ ഇനിയും ലേറ്റ് ആക്കാൻ നിൽക്കേണ്ട. ഓക്കെ, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോളാം. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊക്കെ അടിപൊളിയായുള്ള പ്ലാനുകളൊക്കെ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 3ാമത്തെ ക്രാഷ് ബാച്ചിന് വേണ്ടി പുതിയ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിയും ഷോർട്ട് നോട്ട് ലൈവുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ. അപ്പോൾ കഴിഞ്ഞു പോയ കുറച്ച് ഷോർട്ട് നോട്ട് ലൈവുകളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അവിടെ കിട്ടും. അതിന് കൂടാതെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട് ലൈവുകളും കാര്യങ്ങളും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ബാച്ചിലുണ്ട്. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഷോർട്ട് നോട്ട് ലൈവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്നും മിസ്സാക്കേണ്ട. അത് കൂടാതെ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ എക്സാമിനറിൻ്റെ ഈ ഫ്രീ ക്വസ്റ്റ്യൻ ബാങ്കാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. അതെ, 10-35ഓളം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്കിത് 350 രൂപയാണ് വില വരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മാറി വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്രത്തോളം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അത്രത്തോളം യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ക്രാഷ് ബാച്ചിലൂടെ കിട്ടാൻ പോകുന്നത്. ബാക്കി നമ്മൾ ക്രാഷ് ബാച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ക്രാഷ് ബാച്ചിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്? ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകൾ, ഷോർട്ട് നോട്ട് ക്ലാസ്സുകൾ സെപ്പറേറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ചാപ്റ്റർ വൈസ് എക്സാമുകൾ, പിന്നെ ഒരു മോഡൽ എക്സാംസ് നടക്കും. ഓക്കെ, എക്സാമിന് മുൻപായിട്ട് മോഡൽ എക്സാം നമ്മൾ നടത്തും. ക്വസ്റ്റ്യൻ ബാങ്ക് സാർ ഇപ്പോൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ +2 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതിൻ്റെ ക്ലാസ്സുകൾ കിട്ടും. പിന്നെ ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും. എല്ലാം നമ്മളിവിടെ ക്രാഷ് ബാച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ +1 കുട്ടികളാണെങ്കിൽ
മാർക്കറ്റ് നിങ്ങൾക്ക് ഒരു ഓഫറും കൂടെ ഉണ്ട്. +1 കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മുടെ +2 +2 നമ്മുടെ എക്സാമിനറിന്റെ കൂടെ അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ +1 സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, +2 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോളാം. അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ ഇപ്പോഴേ എടുത്ത് വെച്ചോളാം. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ബാച്ച് അവൈലബിൾ ആകുന്ന കൂടെ എന്ത് കിട്ടും, നിങ്ങൾക്ക് +1 ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കൂടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഓഫറുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ സമയത്ത് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു മാർക്കിലേക്ക്, റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. ഇനിയുള്ള കുറച്ച് ദിവസമെങ്കിലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.